പക്ഷെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു ഗുമ്മ് കിട്ടുന്നില്ല ലാലേട്ടനെ കൊണ്ട്. വാലിബിന് എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടു, പക്ഷേ ട്രെയിലർ എനിക്ക് വലിയ പ്രതീക്ഷിക്കാത്ത പോലെ എനിക്കതൊരു എന്താ പറയുക, ഒരു വലിയ ഗുമ്മ എനിക്ക് തോന്നിയില്ല. പിന്നെ മോഹൻലാൽ ആ ഒരു എന്താ ചെങ്ങലെ പിടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ട്രെയിലർ കൂടുതലൊന്നും പിടികൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഡയറക്ഷനാണ് എനിക്ക്. ടീസറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ലാലേട്ടനെ പെട്ടെന്ന് കാണിക്കുന്ന ആ ഒരു കമ്മൽ, ആ ഒരു അത് ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എൻ്റെ പോലത്തെ കമ്മലല്ല, അത് വേറൊരു കമ്മൽ. പക്ഷേ എനിക്ക് ട്രെയിലർ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. ഇതെൻ്റെ കമ്മലല്ലേ, ഇത് ലാലേട്ടൻ വേറെ ഒരു കമ്മൽ, ലാലേട്ടനകത്ത് കമ്മലിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലെ ഒരു പടം ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം കഴിഞ്ഞ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായ മൂവി ഉണ്ടല്ലോ നൻപകൽ നേരത്തെ മയക്കത്തില്, അതിൻ്റെ ഡയറക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഡയറക്ടറൊക്കെ ഉണ്ട്. അതേപോലെ ഈ ഡയറക്ടറുടെ നമ്മൾ മുമ്പത്തെ മൂവി എന്ന് പറയുമ്പോൾ ആമീൻ, ജല്ലിക്കെട്ട്, പിന്നെ അതേപോലെ തന്നെ ജല്ലിക്കെട്ടുണ്ട്, ആമീനുണ്ട്, പിന്നെ അങ്കമാലി ഡയറീസൊക്കെ. അപ്പം പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ കാണും ഈ ഒരു ചുരുളി. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് സീനാണ് കണ്ടിട്ടുള്ളത്, സിനിമയായിട്ട് കണ്ടിട്ടില്ല. അതെന്തോ കുറേ തെറിയവരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതൊരു വെറൈറ്റി ആയിട്ടായിരിക്കും. അപ്പോൾ ഈ വാലിബൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരു സിനിമയായിരിക്കും. ട്രെയിലറിൽ കുറേ സീനുകളൊക്കെ വരുത്തേണ്ടതായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു ഗുമ്മ് കിട്ടുന്നില്ല ലാലേട്ടനെ കൊണ്ട്. ഞാൻ പ്രതീക്ഷിച്ച കുറേ ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നു. നമ്മളിതിൻ്റെ കുറേ പോസ്റ്ററൊക്കെ കണ്ടതാണ്, പക്ഷെ പോസ്റ്ററിലുള്ള സംഭവങ്ങളൊന്നും ട്രെയിലർ കാണിക്കുന്നില്ല. നമ്മൾ ഈ പോസ്റ്റർ ഇപ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത്, കുറേ ഇങ്ങനെ കുറേ ഫൈറ്റ് ഈ ഒരു പോസ്റ്റർ ഉണ്ടോ? മൊത്തം കാണിച്ച സിനിമയാകും, പക്ഷേ ചെറിയ ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയം നേരിൻ്റെ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ജിത്തു ജോസഫ് ആ ഒരു ഇതിൽ കുറേ ലാലേട്ടൻ്റെ പേര് അതിനകത്ത് പറയുന്നുണ്ട്, കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കാണിക്കുന്നു. വാലിബ എന്ന ഒരാൾ കാറിക്കൂവൊക്കെ വിളിക്കുന്നുണ്ട്, വാലിബ എന്നൊക്കെ. ഇതിപ്പോൾ എനിക്കിപ്പോൾ ചെകുത്താൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരും. ചെകുത്താൻ എന്തോ വെള്ളമില്ലാത്ത പരിമിതി തുണി ഇലക്കുന്ന സീൻ, അത് ചെകുത്താൻ എന്തോ അത് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ഓരോ ട്രെയിലർ കണ്ടിട്ട്. പക്ഷേ ട്രെയിലർ പോലെ അല്ലായിരിക്കും സിനിമ. ഇപ്പോൾ സിനിമയിലെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്താണല്ലോ ട്രെയിലറായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഡയറക്ടർ ഒരു പിടിതരാത്തൊരു ഡയറക്ടറാണ്. അപ്പം വ്യത്യസ്തമായ രീതിയിൽ പടം കാണുമ്പോഴത്തേക്ക് കൂടുതലുള്ള കാര്യങ്ങൾ കാണുമായിരിക്കും. ആദ്യമേ ബുക്ക് മൈ ഷോയ്ക്കകത്ത് ഇത് 1.25 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞ്, ഇപ്പോൾ ചിലർ പറയുന്നത് 2.25, 2.5 എന്നൊക്കെ പല ടൈമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു മോഹൻലാൽ ചിത്രമായിരിക്കും. ഈ ഡയറക്ടറിൻ്റെ ഒരു പ്രതീക്ഷയാണ്. കാരണം ഈ സിനിമയിൽ ട്രെയിലർ കണ്ടപ്പോൾ ചിലർ പറയുന്നത് ബാഹുബലി പോലെയാണ്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അല്ല, ബാഹുബലി എന്ന് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്താ ഒരു കോട്ട സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് എൻ്റെ ഒരു ഭാവനയിൽ തോന്നുന്നത്. മോഹൻലാൽ വന്ന് അവരെയൊക്കെ രക്ഷിക്കുക, ആ ഒരു ഇത്. അപ്പോൾ അതിന് ഒത്തിരി എന്താ പറയുക, BGM ഒക്കെ കൊള്ളാം, സൗണ്ട് നായികയൊക്കെ കൊള്ളാം. പക്ഷെ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 5-6 ദിവസം ഉള്ളല്ലോ. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ്റെ ആ ഒരു വരവ്. പണ്ടത്തെ ലാലേട്ടൻ്റെ ഒക്കെ അറിയില്ല നമ്മൾ, ഇല്ലെങ്കിൽ ആ ഒരു സിനിമ മൂന്നാം മുറ, ഒരു മാസ് മൂന്നാം മുറ, അതിനകത്തൊരു പേരുണ്ട് ഇമ്രാൻ ഖാൻ. അല്ല, ആ ഒരു സിനിമ പഴയ ആ ഒരു പോലത്തെ ഒരു ലാലേട്ടനാണ് പ്രതീക്ഷിക്കുന്നത്. മാസമായിട്ടുള്ള ലാലേട്ടൻ്റെ അതിനകത്ത് ഒത്തിരി മാസം കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ നല്ലപോലെ വെയിറ്റ് ഉണ്ട്. എന്താണ് അതിപ്പോൾ നമുക്ക് കണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. ട്രെയിലർ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അത് സസ്പെൻസ് അല്ല. ഇപ്പോൾ ഓട്സിലർ കണ്ടപ്പോഴത്തേക്ക് മമ്മൂക്ക അത്രയും നമ്മൾ സെക്കൻഡ് ഹാഫ് ഫുള്ളും മമ്മൂക്കാന്ന് വിചാരിച്ചില്ലല്ലോ. നമ്മൾ ഓക്സിലർ കണ്ടപ്പോൾ എല്ലാ പ്രേക്ഷകരും ഞെട്ടിയാണ് ഇറങ്ങിയത്. കാരണം മമ്മൂക്ക പെട്ടെന്ന് വരുന്ന ഒരു സീനും സെക്കൻഡ് ഹാഫ് ഫുള്ളും മമ്മൂക്കയാണ് അതിനകത്ത്. അത് പ്രേക്ഷകരെ ഞെട്ടിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഞെട്ടലെ കൊടുത്ത് കാണും ഈ ഒരു ഡയറക്ടർ. സെക്കൻഡ് ഹാഫ് മൊത്തം ഈ പറയുന്ന എന്തുമായിരുന്നു, മമ്മൂക്കയായിരുന്നു ഓക്സിലറിനകത്ത്. കാരണം ജയറാമൻ എന്ന നടനെ കുറേ കാലം തിരിച്ചു വരവില്ലായിരുന്ന സമയത്താണ് ഓക്സിലർ മമ്മൂക്ക വന്ന് മലയക്കോട്ടൻ്റെ വാലിബിൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുമല്ലോ. എന്തിന് കണ്ടെങ്കിൽ സിനിമ കണ്ടെങ്കിൽ ഉള്ള കാര്യം പറയണം, നല്ലതെന്ന് പറയണം. എനിക്ക് ലാലേട്ടനെ അങ്ങനെ ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഒരാൾ കാണുന്നത് എനിക്കിഷ്ടപ്പെട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിലിപ്പോൾ മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും, മോഹൻലാൽ ഫാൻസ് ആയിരിക്കും. അപ്പം എനിക്കിഷ്ടപ്പെടുന്ന പോലെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ദൃശ്യം 3 അല്ലേ, ഇപ്പോൾ ഓട്സിലർ ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മിക്കവരും ഉണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ദൃശ്യം ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് വേറെ ഫിലിം ഇഷ്ടമാണ്, നമ്പർ ഇട്ടേക്ക്. അപ്പോൾ ചിലവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഓക്സിലർ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേര് കാണും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്.
അപ്പോൾ എനിക്ക് വാലിബൻ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഞാൻ നേര് കണ്ട്, ഞാൻ നേര് 2 തവണ പോയി കണ്ട്. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു, ഫാൻ ഷോയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല മറുപടി പറഞ്ഞ് ഇഷ്ടപ്പെട്ട്. എനിക്ക് നേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നേര് കണ്ട്, പങ്കജി പോയി കണ്ട്, 2 തവണ കണ്ട്. കാരണം 2 തവണ കാണാനുള്ള ജിത്തു എന്താണ് കണ്ണൂർ സ്കോഡ് ആര് പറഞ്ഞു? അത് ഞാൻ പറയാം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഞാൻ പറഞ്ഞൊന്നുമില്ല. എനിക്ക് എന്തായാലും കണ്ടിട്ട് ഞാൻ നേര് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് കണ്ടിട്ട് ഞാൻ 2 തവണ പോയി കണ്ടെന്ന്. എന്തുവാ വീഡിയോ എല്ലാവർക്കും ആരാ പേടിയില്ലാത്ത എന്നെ ഇടിക്കാതെ ചെകുത്താനൊക്കെ പോയി. ചെകുത്താൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. അപ്പം പിന്നെ ഞാനേ മൈൻഡ് ചെയ്യണ്ട. വെയിറ്റിംഗ് ആണ്. അപ്പോൾ കാണാം, ബുധനാഴ്ച കാണാം. നിങ്ങളിതൊന്നും വിട്ട് പാൻസ്